കേന്ദ്രത്തിൽ നിന്ന് ആശമാർക്ക് പ്രതീക്ഷയുടെ വാർത്ത വരുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഇന്ന് ഒരു മാസത്തിലെത്തിയിരിക്കുകയാണ്. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്താനാണ് ആശമാരുടെ തീരുമാനം. ആശാപ്രവർത്തകരുടെ സമരം ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാർ അനുഭാവപൂർണമായ നിലപാട് കൈക്കൊണ്ടിട്ടില്ല. CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നിയമലംഘന സമരത്തിലേക്ക് പ്രതിപക്ഷമെത്തുന്നത്. സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. വിവിധ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങളാകട്ടെ അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളും വളരെ കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും വിജയിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല. CITU നേതാവ് KN ഗോപിനാഥിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ സമരക്കാർ വക്കീൽ നോട്ടീസ് അയച്ചു. പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യം. തൃശ്ശൂരിൽ നിന്നുള്ള ആശാപ്രവർത്തകർ സമരത്തിന് പിന്തുണയുമായി എത്തി. ഞങ്ങൾ എന്തായാലും ഇത് തുടരും. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ നിറവേറ്റിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആശാപ്രവർത്തകരുടെ അവകാശ സമരം സർക്കാരിനെതിരായ ആയുധമാക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.